പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഫേസ്ബുക്കിൽ കണ്ട കൗതുകമുണർത്തുന്ന ഒരു കമൻ്റാണ്. പുതിയ തലമുറയിൽപ്പെട്ട ഒരു SFI പ്രവർത്തകൻ്റെ ഒരു കമൻ്റാണ് ഞാൻ കണ്ടത്. എന്താണെന്ന് വെച്ചാൽ, കേരള വികസനത്തെ സംബന്ധിച്ച് ശ്രീ ഉമ്മൻചാണ്ടിയുടെ പങ്കിനെ സംബന്ധിച്ച് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വീഡിയോയ്ക്ക് താഴെ ഉമ്മൻചാണ്ടി ഇട്ട കല്ലായിരിക്കും ഇനി ഈ നെഹ്റു ട്രോഫി പവലിയൻ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാർ കടന്നു വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമൻ്റാണ്. അത് ഉമ്മൻചാണ്ടിയെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ളൊരു കമൻറ്റ് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ആ കമൻറ്റിന് മറുപടിയായിട്ട് ഈ പറഞ്ഞ നെഹ്റു പവലിയൻ ആലപ്പുഴ ജില്ലയിലെ പുന്നമടയിൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പുന്നമടയിൽ സ്ഥിരം നെഹ്റു പവലിയൻ സ്ഥാപിക്കപ്പെട്ടത് ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. പുതിയ തലമുറയിൽപ്പെട്ടവർക്കറിയില്ല കേരള വികസനത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പങ്ക് എത്രത്തോളമായിരുന്നു എന്നുള്ളത്. അതായത് കേരളത്തിൻ്റെ വികസനം, ആധുനിക കേരളത്തെ പറ്റി പഠിക്കുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി എന്ന നാമം എഴുതാതെ, ആ നാമം പരാമർശിക്കാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. എന്തെന്ന് വെച്ചാൽ, കേരളത്തിൽ ഇന്നീ കാണുന്ന വികസനത്തിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ജീവിതത്തിൽ ഈ വികസനം എത്രത്തോളം അവരെ ബാധിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ചികിത്സിക്കുവാനുള്ള മെഡിക്കൽ കോളേജുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളും ഇന്നീ കാണുന്ന നിലയിൽ രൂപീകരിക്കപ്പെട്ടതും എല്ലാം UDF ഗവൺമെൻറ്റുകളുടെ കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ചും ശ്രീ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് കാസർഗോഡ് മെഡിക്കൽ കോളേജ് ആരംഭിച്ചത്, മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ മെഡിക്കൽ കോളേജ് ആരംഭിച്ചത്, പത്തനംതിട്ടയിലെ കോന്നിയിൽ മെഡിക്കൽ കോളേജ് ആരംഭിച്ചത്, ഇടുക്കിയിൽ മെഡിക്കൽ കോളേജ് ആരംഭിച്ചത്. ഇത്തരത്തിലുള്ള മെഡിക്കൽ കോളേജുകളെല്ലാം തന്നെ UDF ഗവൺമെൻറ്റുകളുടെ കാലത്താണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്നാട്ടിലെ കാണുന്ന വൻകിട പദ്ധതികൾ, അത് കൊച്ചി മെട്രോ ആണെങ്കിലോ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആരംഭിച്ചതാണ് കൊച്ചി മെട്രോ. കണ്ണൂർ വിമാനത്താവളം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആരംഭിച്ചതാണ് കണ്ണൂർ വിമാനത്താവളം. വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ വികസന രംഗത്ത് നാഴികക്കല്ലാവുന്ന അടുത്ത ഒരു 2-3 നൂറ്റാണ്ട് കാലത്ത് കേരള വികസനം നടക്കാൻ പോകുന്നത്, അതായത് കേരളത്തിൻ്റെ മുഴുവൻ വരുമാനത്തിന് തുല്യമായ രീതിയിലുള്ള വരുമാനമാണ് വിഴിഞ്ഞത്തുനിന്നും നമുക്ക് വരാൻ പോകുന്നത്. ആ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അടിസ്ഥാനം ശിലപാകിയതും അതിനുവേണ്ടി കരാറൊപ്പിട്ടതും അതിനുവേണ്ടി അദാനിയെ ക്ഷണിച്ചു കൊണ്ടുവന്നതും, അതാരും എടുക്കാതിരുന്ന ഘട്ടത്തിലാണ് അദാനിയെ പോയി നിർബന്ധിച്ച് ക്ഷണിച്ചു കൊണ്ടുവന്ന് അതിന് കരാറൊപ്പിട്ട് ആ പദ്ധതി ആരംഭിച്ചത് ശ്രീ ഉമ്മൻചാണ്ടി. പാരിസ്ഥിതികാനുകൂലി കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുത്തത്, കരാർ ഒപ്പിട്ടത്, നിർമ്മാണം ആരംഭിച്ചത്, ആദ്യത്തെ കപ്പലെടുത്തത് എല്ലാം ശ്രീ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. അതോടൊപ്പം തന്നെ സ്മാർട്ട് സിറ്റി, കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി പദ്ധതി ആരംഭിച്ചത് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ്. കേരളത്തിൽ നിരവധി ബൈപ്പാസുകൾ, ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ ബൈപ്പാസ് ആരംഭിച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. കൊല്ലം ബൈപ്പാസ് ആരംഭിച്ചത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. കോഴിക്കോട് ബൈപ്പാസ് ആരംഭിച്ചത്. വികസന രംഗത്ത് പിന്നാക്കം നിൽക്കുന്ന ജില്ലകൾക്ക് കാസർഗോഡ് പാക്കേജ്, വയനാട് ജില്ലയിലെ വയനാട് പാക്കേജ്, ഇടുക്കി പാക്കേജ് തുടങ്ങിയ ആലപ്പുഴ ജില്ലയ്ക്ക് കാർഷിക വികസന മുന്നേറ്റത്തിലുള്ള പാക്കേജുകൾ അടക്കമുള്ള അനവധി പാക്കേജുകൾ ആരംഭിച്ചത് ശ്രീ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. ഇത്തരത്തിൽ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോടൊപ്പം തന്നെ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വികസനത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും ഒക്കെ പങ്ക് ലഭിക്കണമെന്ന ഉറപ്പോടുകൂടി ആ മനുഷ്യൻ ആരംഭിച്ച ഉത്തരവുകളും നിയമനിർമ്മാണങ്ങളും നമ്മൾ എടുത്തു പറയേണ്ടതല്ലേ? കേരളത്തിൽ വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് ആൺമക്കളുണ്ടെങ്കിൽ അവർക്കൊരിക്കലും പെൻഷൻ കിട്ടുമായിരുന്നില്ല ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവുന്ന കാലഘട്ടം വരെ. അവിടെയാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്ന കേരളത്തിൻ്റെ ജനമനസ്സുകളിൽ ജീവിക്കുന്ന നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി വിധവകൾക്ക് ആൺമക്കളുണ്ടെങ്കിലും അവർക്ക് പെൻഷൻ അനുവദിക്കാമെന്ന ചരിത്രപരമായ പ്രഖ്യാപനവും നിയമനിർമ്മാണവും നടത്തിയത്. അതോടൊപ്പം തന്നെ റേഷൻ കടകളിലൂടെ സൗജന്യമായി കേരളത്തിൽ അരി കൊടുത്തത് ശ്രീ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്.
വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് നേട്ടങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ഭരണത്തിന്റെ ദർബാറിൽ നിന്നും ഇറങ്ങി വന്ന താഴെത്തട്ടിൽ 14 ജില്ലകളിലും ജനസമ്പർക്ക പരിപാടികൾ നടത്തി. ലക്ഷക്കണക്കിന് ജനങ്ങളെ നേരിട്ട് കണ്ടു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിലും ശ്രീ ഉമ്മൻചാണ്ടി സാർ നേരിട്ടെത്തിയപ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്നു. അതൊരു തവണയല്ല, 14 ജില്ലകളിലും 3 തവണ വീതം. തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 3 തവണ, കൊല്ലത്ത് 3 തവണ, അത്തരത്തിൽ 14 ജില്ലകളിലും പല വർഷങ്ങളിലായിട്ട് 3 തവണയാണ് അദ്ദേഹം ആ 5 കൊല്ലക്കാലത്തിനിടയിൽ നേരിട്ട് ജനങ്ങളുടെ പരാതികൾ സ്വീകരിച്ച, ലോക രാഷ്ട്രീയം ഉറ്റുനോക്കിയ ഐക്യരാഷ്ട്ര സംഘടന പോലും അംഗീകരിച്ച ആ ജനസമ്പർക്ക പരിപാടി എന്ന ചരിത്രപരമായ പരിപാടി നടത്തിയത്. അങ്ങനെ ലക്ഷക്കണക്കിന് സാധുക്കളായിട്ടുള്ള രോഗികൾക്കും ആപാലവൃദ്ധം ജനങ്ങൾക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നുള്ളത് സാധാരണ ജനങ്ങളെ ആശ്രയിക്കുവാൻ കഴിയുന്ന ഒന്നാണ്, ജനങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയാവുന്ന ഒന്നാണെന്ന് തെളിയിച്ച ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടങ്ങളെ പറ്റിയിട്ട് ഇന്ന് മുഴുവൻ നമ്മൾ സംസാരിച്ചാൽ പോലും തീരാത്തത്ര ഭരണ നേട്ടങ്ങളാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ ഈ സംസ്ഥാനത്തിനായിട്ട് നൽകിയിട്ട് പോയത്. അദ്ദേഹത്തിന്റെ വികസന നേട്ടങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് കാണുന്നു, ഞാൻ ആദ്യം പറഞ്ഞു വൻകിട പദ്ധതികൾ, കാര്യവട്ടം ഈ സ്റ്റേഡിയം, ഇന്ന് കേരളത്തിൽ അന്താരാഷ്ട്ര മത്സരങ്ങളൊക്കെ നടക്കുന്ന കാര്യവട്ടം സ്റ്റേഡിയം അടക്കമുള്ള അനവധി പദ്ധതികൾ. ഈ പദ്ധതികൾ ഓരോന്നും നടപ്പിലാക്കുമ്പോഴും സാധാരണക്കാരെ ചേർത്ത് പിടിച്ച, വികസനവും കരുതലും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോയ മനുഷ്യൻ. അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം നെഞ്ചിൽ തറച്ച കണ്ണിലും മുള്ളിലും എല്ലാം എപ്പോഴും ജനങ്ങളെ ചേർത്ത് പിടിച്ച ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ ആക്ഷേപിക്കുമ്പോൾ പുതുതലമുറയിൽപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ചരിത്രം അറിയില്ലെങ്കിൽ നിങ്ങൾ പഠിക്കുക. ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ പോലെ ജനമനസ്സുകളിൽ ജീവിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് ഒരിക്കലും ആക്ഷേപിക്കുവാൻ സാധിക്കില്ല. ആ ഒരു കമൻറ്റ് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യാം, ജസ്റ്റ് കാര്യങ്ങളൊന്ന് പറയാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ഒന്ന് ലൈക്ക് ചെയ്യുകയും ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.